ചോറിലേക്ക് പറ്റിയ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. 2 വഴുതനങ്ങ, അതായത് 2 മീഡിയം വഴുതനങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് കറൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ അതിലേക്ക് മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ട് ഇളക്കിയിട്ട് അത് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ. നല്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ ആവുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് പാനിൽ നിന്ന് വേറൊരു പാത്രത്തേക്കാണ് മാറ്റി വെക്കുക. ആ പാനിൽ തന്നെ വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറ്റൽമുളക്, നല്ല എരിവുള്ള വറ്റൽമുളക് കേട്ടോ. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണം കുറക്കുക. എന്നിട്ട് അത് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് ആ വഴുതനങ്ങയൊക്കെ മാറ്റി വെച്ചോളൂ. എന്നിട്ട് ഇത് ആ എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെളുത്തുള്ളി ഒരു 10-12 അല്ലി ഇടുക. ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ വാട്ടിയെടുക്കുക. എന്നിട്ട് ആദ്യം റെഡിയാക്കി വെച്ച വഴുതനങ്ങ അതേപോലെ തന്നെ മുളക് അതിൽ കണ്ട് ഇട്ട് കൊടുക്കട്ടെ. അത് എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം വഴുതനങ്ങയിൽ ഉപ്പിട്ടുണ്ട്. എന്നിട്ട് വാളംപുളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരിയോ ചേർക്കുക. എന്നിട്ട് ഈ മുളകൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ച് മറിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് എടുക്കുക. എന്നിട്ട് ചോറിൻ്റെ മേലെ കണ്ടു കൊടുക്കുക. കുഴച്ച് തിന്നുക. സൂപ്പറാണ് കേട്ടോ.